ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. മറ്റു വാർത്തകൾ വരുന്ന മുറയ്ക്ക് നമ്മൾ സംപ്രേഷണം ചെയ്യും. വാർത്തകൾ ഒരിക്കലും നമ്മൾ അവഗണിക്കില്ല. നമുക്കൊപ്പം തന്നെ തുടരുക. ഇനി നിങ്ങൾക്കറിയാം ഈ പരിപാടിയിൽ നിങ്ങളുടെ ഇടപെടൽ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ സ്ക്രീനിൽ തെളിയുന്ന നമ്പർ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484283050. അതുപോലെ പ്രേക്ഷകർക്ക് വാർത്തകളും ദൃശ്യങ്ങളും പങ്കുവയ്ക്കാം. അതിനൊരു വാട്സാപ്പ് നമ്പറുണ്ട്: 6235568937. ഇപ്പോൾ സ്ക്രീനിൽ 2 നമ്പറും തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ, ഈ പരിപാടിയിൽ ഇടപെടണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484283050. നിങ്ങളുടെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ വാട്സാപ്പിൽ അയച്ചു തരാം. 6235968937 എന്ന നമ്പറിൽ, വാട്സാപ്പ് നമ്പറിൽ ഡയൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ സന്ദേശങ്ങളൊക്കെ അയക്കാം. ഇനി വാർത്തയിലേക്കും സ്റ്റോറിയിലേക്കും ഒക്കെ ചെല്ലുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെന്ന വാർത്തയാണ് ഇന്നത്തെ വാർത്താ പകലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നത്. വിശദമായ അന്വേഷണത്തിന് 3 ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിയോഗിച്ചു. 4 മാസങ്ങൾക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കേരള ജനപക്ഷ നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം. മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണമെന്നാണ് ഉത്തരവിലുള്ളത്. ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. KSIDC മറുപടി പോലും നൽകിയില്ല എന്നും വെള്ളിയാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ ഉണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയൻ തന്നെയാണെന്ന് പരാതിക്കാരനായ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, എനിക്കെന്തെങ്കിലും സംഭവം ഇതിന് പെറ്റീഷൻ കൊടുത്ത പലരും ആത്മഹത്യ ചെയ്തായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ തന്നെ, എന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ തന്നെ ഈ കേസ് മുമ്പോട്ട് പോകാൻ 5 പേരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, ROC പോണ്ടിച്ചേരിയിൽ നിന്നും A ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിലെ നിർദ്ദേശം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ഈ അന്വേഷണത്തിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. അലക്സ് മീഡിയയിൽ നിന്നൊരു യൂട്യൂബ് സന്ദേശം കാനഡയിൽ നിന്നാണ്. നേരം വെളുത്തു -41 SKN ഷോ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ പരിപാടി കാണുന്നത് -41 ഡിഗ്രിയിലാണ്. അപ്പോൾ തണുപ്പിൻ്റെ ആധിക്യം അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അത്ര കടുത്ത രീതിയിലാണ്. മുഹമ്മദ് ആനു പറയുന്നു, SKN ഞാൻ ഓരോ മണിക്കൂറും SKN വന്നു നോക്കും. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് ഓരോ ജില്ലയിലും ജില്ലാ സമ്മേളനം നടത്തണം. നമുക്ക് ആദ്യം സംസ്ഥാന സമ്മേളനം നടക്കട്ടെ. അത് വിജയകരമായി പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജില്ലാ സമ്മേളനത്തെക്കുറിച്ചും താലൂക്ക് സമ്മേളനത്തെക്കുറിച്ചും പഞ്ചായത്ത് സമ്മേളനത്തെക്കുറിച്ചും ഈവൻ വാർഡ് സമ്മേളനത്തെക്കുറിച്ച് പോലും ആലോചിക്കും. വലിയൊരു ശൃംഖല, ഒരു മനുഷ്യ ശൃംഖല നമ്മൾ ഉണ്ടാക്കും. 24-ന്റെയും ഫ്ലവേഴ്സിൻ്റെയും പ്രേക്ഷകരായിരിക്കും ആ ശൃംഖലയുടെ നെടുന്തൂണുകൾ. അപ്പോൾ നമുക്ക് മാത്രമല്ല, നമുക്ക് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും തോളിൽ കയറ്റി നടക്കാനുമൊക്കെ പുതിയൊരു മേച്ചിൽപ്പുറം ഉണ്ടാകുന്നു എന്ന സന്തോഷമാണ് എനിക്കും എന്നോട് അടുപ്പമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതേ സ്റ്റോറിയിലേക്ക് നമ്മൾ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ പ്രതികരിക്കാതെ CPM നേതൃത്വം. തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള BJPയുടെ നീക്കമെന്നാണ് CPMന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ CPM BJP ധാരണപ്രകാരമുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രിയായാലും മകളായാലും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ പറയുകയുണ്ടായി. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് CPM നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാനുള്ള BJP നീക്കത്തിന്റെ ഭാഗമാണ് അന്വേഷണമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. നാളെ രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചേക്കും. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന LDF കൺവീനർ EP ജയരാജൻ. ഇത് ഇന്ത്യയിൽ BJP എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. വീണയ്ക്കെതിരായ ആരോപണം കുറെ കണ്ടതാണെന്നും ബാക്കി നേതൃത്വം പറയുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണത്തെ പറ്റി അറിഞ്ഞിട്ടില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ന്യായവും നീതിയുമില്ലാത്ത നടപടിയാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് വിമർശനം. ഞാൻ ഒന്നും കണ്ടിട്ടില്ല അതിനെപ്പറ്റി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താ? അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള യന്ത്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ അന്വേഷണത്തിനെ പറ്റി അതുകൊണ്ട് ഒന്നും അറിയാതെ പറയാൻ പറ്റില്ല. അതായത് ഡീറ്റെയിൽസ് കം. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലയ്ക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന് സംശയമുണ്ടെന്നും VD സതീശന്റെ പരിഹാസം. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ചത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ധാരണയിലേക്ക് CPM-ഉം BJP-യും പോവുകയാണ്. ഇരവാദമുയർത്തി രക്ഷപ്പെടാമെന്ന് CPIM കരുതേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. എല്ലാ കേസുകളിലും അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. ഈ ഇരവാദമുയർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ധാരണ, ആ ധാരണ മാറ്റിവെക്കണം. തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ പോകും. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മകളാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് അവരും ഓർമ്മിക്കണം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിൽ സംശയമുണ്ടെന്ന് K മുരളീധരൻ MPയും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഇക്കാര്യം പൊതുജനങ്ങളോടുകൂടി ചോദിക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങളും ഇന്ന് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. പലരും വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരണങ്ങൾ പറഞ്ഞത്. കാരണം മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൽ ആര് പരാതി കൊടുത്താലും അത് ആരായാലും ശരി, ഷെയർ ഹോൾഡറോ പുറത്തുള്ള ആളായാലും ഒരു അന്വേഷണം വരിക സ്വാഭാവികമാണ്. അത്തരമൊരു അന്വേഷണം മാത്രമാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ വന്നിരിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തായാലും കേന്ദ്ര അന്വേഷണം ഫലം കാണുമോ എന്ന ചോദ്യം 24 എന്ന് പൊതുജനങ്ങളോട് ചോദിച്ചു. കാണാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പരസ്പര സഹായ സഹകരണ സംഘം എന്നുള്ള രൂപത്തിൽ നീങ്ങുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും എന്നുള്ളതല്ലാതെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഒരു സാധാരണ പൗരൻ ചിന്തിക്കത്തില്ല. അന്വേഷണം ചുമ്മാ പ്രഹസനമാണ്. ഇത് ഫലം കാണത്തില്ല തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ലാവ്ലിൻ കേസ് ഉൾപ്പെടെ ഇത്രയും നാളും ഒരു കേന്ദ്രമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാണ് പിണറായി മോദിയും തമ്മിലുള്ള. അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഈ കേസും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ശക്തമായ അന്വേഷണം ഉണ്ടായാൽ ഉറപ്പായിട്ടും അതിന് ഫലം കാണുക തന്നെ ചെയ്യും. ഇതുവരെ അന്വേഷണം ശക്തമാകാത്തതാണ് ഈ സത്യം ഇതുവരെ പുറത്തു വരാത്തത്. കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ജീവിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് കപ്പം കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് കപ്പം കൊടുത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ പോക്ക്. കേന്ദ്രമന്ത്രി കേന്ദ്രത്തിൽ നേരത്തെ പൂട്ടാമെങ്കിൽ ഇതിന് മുമ്പ് ഇവരെ പൂട്ടാമായിരുന്നു. ഇത് രണ്ടിനുമുള്ള ഒത്തുകളിയാണ്. അവർ ഇവരെ സഹായിക്കണം, ഇവർ അവരെ സഹായിക്കണം. കേരളത്തിൽ BJP ഇവരെ സഹായിക്കണം, കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സർക്കാരിനെ സഹായിക്കുന്നു. അന്വേഷണം വേണം, അന്വേഷിക്കേണ്ട ആവശ്യമാണ്. എല്ലാവരുടെ കേസ് 36 മാസം മാറ്റിവെച്ചു. അതുപോലെ ഇത് ആവുമെന്നൊന്നും അറിയാൻ ഒക്കില്ല. ഒരു മുണ്ടിട്ട മോദിയാണ് പിണറായി വിജയൻ എന്ന് സംശയമില്ല. കാരണം സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ 36 പ്രാവശ്യം ലാവ്ലിൻ കേസ് ഉൾപ്പെടെ മാറ്റിവെച്ചത് കാരണം കൊണ്ട് ഇത് അവർ തമ്മിലുള്ള സഖ്യം നമുക്ക് കേരള ജനതയ്ക്ക് പൂർണ്ണമായിട്ടും അറിയുന്ന കാര്യമാണ്. യാതൊരു തരത്തിലുള്ള ഫലം ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷയില്ല. നല്ല രീതിയിൽ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഈ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിയമത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഒരു പരിധിവരെ ഈ അഴിമതിക്ക് ഒരു വിലങ്ങ് വീഴും എന്നാണ് കരുതുന്നത്. ചലഞ്ചർ എന്ന ID എന്ന് ചോദിക്കുന്നു, വീണ വിജയൻ എന്ന വ്യക്തിയുടെ പേരിൽ അന്വേഷണത്തെക്കുറിച്ച് എന്തിനാണ് CPM-ഉം ഗവൺമെൻറ്റും വിശദീകരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യക്തിപരമായി വരുന്ന ചില ആരോപണങ്ങൾ ഇതിൽ ഉണ്ട്. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു ആരോപണം വന്നാൽ ഞാൻ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കണം. 24 വിശദീകരിക്കണമെന്നില്ല എന്ന് പറയുന്ന പോലെയാണത്. റോയ് മാത്യു ജോൺ പറയുന്നു, ഇപ്പോൾ 24 മനസ്സിലായല്ലോ എന്ത്, താങ്കളത് വിശദമായിട്ട് എഴുതൂ എന്താണ് നമ്മൾ മനസ്സിലാക്കിയെന്നുള്ളത്. ഡോക്ടർ അദ്ദേഹം SKN ഗ്രീറ്റിംഗ്സ് ഫ്രം കാലിഫോർണിയ, ഈസ് ഹിയർ 24 കണക്ട് എന്ന് ചോദിക്കുന്നു. അദ്ദേഹം എന്തായാലും 24 കണക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിശദമായി അദ്ദേഹം എഴുതിയാൽ ഞാൻ മറുപടി പറയുകയും ചെയ്യാം. SKN റോബിൻ SKN അല്പം സ്പീഡ് കുറച്ച് പറയാമോ? തീർച്ചയായിട്ടും സ്പീഡ് കുറച്ചിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങളിലെത്തുന്ന അപേക്ഷകരെ വലയ്ക്കുന്ന ജീവനക്കാർക്കെതിരെ ഇനി മുന്നറിയിപ്പില്ലാതെ നടപടി വരും.
തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാർക്ക് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യം ഇത് സംബന്ധിച്ച് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലകളിലെ ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. ജനനമരണ സർട്ടിഫിക്കറ്റ് മുതൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള ലൈസൻസിനു വരെ പൊതുജനങ്ങൾ ആശ്രയിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെയാണ്. സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഫയലുകൾ അനാവശ്യമായി പിടിച്ചുവെച്ച് ജനങ്ങളെ വലയ്ക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ മെയ്യിൽ നടത്തിയ വിജിലൻസ് പരിശോധനയിൽ നടപടിയെടുക്കാതെ കെട്ടിവെച്ചിരിക്കുന്ന 1094 ഫയലുകൾ കണ്ടെത്തി. കെട്ടിട നികുതിക്ക് രസീത് തയ്യാറാക്കിയ ശേഷം കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താതെ മാറ്റിവെക്കൽ, പണം വാങ്ങി കെട്ടിടങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി നൽകൽ, മുൻഗണന മറികടന്ന് പെർമിറ്റ് നൽകൽ തുടങ്ങി അഴിമതി വഴികളുടെ നീണ്ട ഘോഷയാത്ര. അപേക്ഷകൾ ശരിയായി പരിശോധിക്കാതെയും പോരായ്മയുണ്ടെങ്കിൽ യഥാസമയം അറിയിക്കാതെയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി പോലീസ് വിജിലൻസ് കണ്ടെത്തി. ഇനി ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉദ്യോഗസ്ഥർ ബോധപൂർവം ചെയ്യുന്നതായി കണക്കാക്കുമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യം സർക്കുലറിൽ വ്യക്തമാക്കി. സേവനം നൽകുന്നതിന് നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ അപേക്ഷകനെ രേഖാമൂലം അറിയിക്കണം. അപേക്ഷ പരിശോധിച്ച് പിഴവുകളുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണം. ഇതിനായി ചെക്ക് ലിസ്റ്റ് കരുതണം. ഇതൊന്നും പാലിക്കാതെ അപേക്ഷകരെ പല തവണ ഓഫീസിൽ കയറ്റിയിറക്കി ബുദ്ധിമുട്ടിക്കരുത്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ നോട്ടീസോ അറിയിപ്പോ നൽകിയാലും നടപടിയെടുക്കും. ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുകയോ പരാതി കിട്ടിയാലോ അന്വേഷണം നടത്തി പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകാൻ ജില്ലകളിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. അഴിമതിക്ക് വേണ്ടിയോ കെടുകാര്യസ്ഥത കാരണമോ പൊതുജനങ്ങളെ അനാവശ്യമായി നടത്തിച്ചാൽ ഒരു മുന്നറിയിപ്പുമില്ലാത്ത നടപടിയായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നതെന്ന് ചുരുക്കം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. രാജേഷ് രാജൻ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം അന്വേഷിച്ചിട്ട് ആരെയൊക്കെ ശിക്ഷിച്ചു എന്നുകൂടി നിങ്ങൾ വാർത്ത കൊടുക്കണം. തീർച്ചയായിട്ടും രാജേഷ് രാജൻ, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പക്ഷം പിടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷപാതരഹിതമായ ഒരു വാർത്താവതരണത്തിനാണ് ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകമാണിത്. ഭരണവും ഭരണ നിർവഹണവും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന ബോധ്യം ഓരോ ഉദ്യോഗസ്ഥനും ഉണ്ടായാലേ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം എന്നതായിരിക്കണം ഫയൽ നോക്കുമ്പോഴുള്ള ഓരോ ഉദ്യോഗസ്ഥൻ്റെയും അടിസ്ഥാനപരമായ സമീപനം. കേൾക്കാം ഇക്കാര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാരോടും മറ്റുള്ള നാട്ടുകാരോടും പറയാനുള്ളത്. എത്രയല്ലോ പല പല ഓർഡറുകൾ വരുന്നത്, എന്നിട്ട് അതൊന്നും റെഡിയാകുന്നില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സംഘടന ഇടപെടും, അത് രാഷ്ട്രീയമായിട്ട് അത് മാറും. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് എല്ലാ കാലത്തും ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഉത്തരവുപരമായ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മാറ്റം വരും. ഇപ്പോൾ തന്നെ പല ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയില്ലേ, അതുപോലെ ഇത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നടക്കും. ജനങ്ങളുടെ കാര്യം നടക്കണ്ടേ. മാറിയ ഭയങ്കര സന്തോഷമായി. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്, ഈ ജനങ്ങളെല്ലാവരും. ചില പേര് ഈ പറഞ്ഞ മാതിരി അവർക്ക് ഈ പറഞ്ഞ മാതിരി പണ്ടത്തെ പോലെ കാശുകളൊന്നും കിട്ടാത്തത് കൊണ്ട് അവരെന്നറിയാം, അവർ നമ്മളെ ഇട്ട് കുറച്ച് അങ്ങോട്ടൊക്കെ നടത്തിപ്പിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, അതിപ്പോഴും അത് നടക്കുന്നുണ്ട്. കളക്ടറെ കാണാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാരെ കാര്യങ്ങൾ എത്രയോ കോടി ജനത്തിൻ്റെ വല്ല നടക്കണം. അവിടെ ഒരു കാര്യം ഉത്തരവിട്ടുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കുമെന്ന് തോന്നില്ല. പ്രോപ്പറായ ഈ ഗവൺമെൻറ് വന്നാൽ ജനങ്ങൾക്കത് ഉപകാരമാവും. പക്ഷേ നമ്മളെ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് എംപ്ലോയീസാണ്, എല്ലാവരും അവരുടെ സൈഡ് സേഫ് ആക്കാനേ നോക്കുള്ളൂ. PSCയുടെ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 3000-ഓളം യുവാക്കൾ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു. 2023 പ്രസിദ്ധീകരിച്ച CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് പ്രതിഷേധവുമായി അവിടെ എത്തിയത്. 10,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് നിയമനം ലഭിക്കാതെ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നത്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് നിയമനം ലഭിക്കാതെ പെരുവഴിയിലാകുമെന്ന ആശങ്കയിലുള്ളത്. വർഷങ്ങൾ നീണ്ട കഷ്ടപ്പാടിൻ്റെ ഫലമാണ് 13,000-ഓളം പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റ്. എന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചത് 25% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ്. അതായത് CPOമാരായത് 3,000-ഓളം ഉദ്യോഗാർത്ഥികൾ മാത്രം. 13,000 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 3,700 നിയമന ശുപാർശകൾ മാത്രമാണ് ഇതുവരെ ഉണ്ടായത്. 2023 ഏപ്രിൽ 12-ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. 3 മാസം കൂടി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് അസാധുവാകും. തൊഴിൽ ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രധാന ആശങ്ക ഇതാണ്. ഇത് ചൂണ്ടിക്കാട്ടി പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും മറുപടിയൊന്നും ഉണ്ടായില്ല.
നവകേരള സദസ്സിൽ നൽകിയ പരാതികൾക്കും മറുപടിയില്ല. ഇനി വെറും 3 മാസം മാത്രം അവശേഷിക്കുകയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ. 10,000-ലധികം ഉദ്യോഗാർത്ഥികൾ വെളിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2023 ഡിസംബർ മാസം വീണ്ടും PSC CPO-യിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുകയുണ്ടായി. വേക്കൻസികളില്ല എങ്കിൽ എന്തിനാണ് PSC ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പം നവകേരള സദസ്സ് നടക്കുകയുണ്ടായി. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ 140 മണ്ഡലങ്ങളിലുമായി 25,000-ലധികം പരാതികൾ നമ്മൾ കൊടുക്കുകയുണ്ടായി. പലരുടെയും ഫോണിലേക്ക് പരാതികൾ തീർപ്പാക്കിയെന്ന് വരെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെ തീർപ്പാക്കിയെന്നറിയത്തില്ല. നമുക്ക് പരാതി തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ ഒരു നല്ല ശതമാനം ലിസ്റ്റിൽ ഉൾപ്പെട്ട നല്ല ശതമാനം ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. 2019 സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നത്. 2021 പ്രിലിംസും 2022 മെയിൻസും നടന്നു. ആ വർഷം തന്നെ ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞു. വീണ്ടും ഒരു വർഷം കഴിഞ്ഞാണ് റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടത്. റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ 2023 ഡിസംബറിൽ സർക്കാർ വീണ്ടും നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. ഒഴിവുണ്ടെങ്കിൽ നിലവിൽ പട്ടികയിലുള്ളവർക്ക് നിയമനം നൽകണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി തങ്ങളെ ചതിക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ള കാലയളവെന്ന് പറയുന്നത് വെറും 3 മാസം മാത്രമാണ്. ഇതിൽ നിന്നും നാമമാത്രമായിട്ടുള്ള വേക്കൻസിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 7 ബറ്റാലിയനിലും മാത്രമായിട്ടുള്ള വേക്കൻസിയാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഏകദേശം 13,000 പേരോളം ലിസ്റ്റിൽ ആകെ നിയമനം ലഭിച്ചത് 3,000-ഓളം പേർക്ക് മാത്രമാണ്. മറ്റ് വകുപ്പുകളിൽ 50% മുകളിൽ നിയമനം നടക്കുമ്പോഴാണ് CPO റാങ്ക് ലിസ്റ്റിലുള്ളവരോട് മാത്രമുള്ള ഈ അവഗണന. ഓരോ ഉദ്യോഗാർത്ഥികളും 2019 മുതൽ ഈ തൊഴിലിനായി കഷ്ടപ്പെടുന്നവരാണ്. 5 വർഷം നഷ്ടപ്പെട്ടുവെന്നാണ് ഇവർ പറയുന്നത്. സർക്കാർ ഉടൻ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. ലിസ്റ്റിൽ പേരുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എഴുതേണ്ട പ്രായപരിധി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നിയമനം നടന്നില്ലെങ്കിൽ പെരുവഴിയിലാകുന്നത് ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ്. പരിഹാരം കാണേണ്ടത്, നടപടി ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ പുതിയ തസ്തിക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫയലുകൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞതെല്ലാം അവഗണിക്കുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും പ്രയോജനമില്ലാത്തതിൻ്റെ നിരാശയിലാണ് ഉദ്യോഗാർത്ഥികളിപ്പോൾ. കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ. മാക്സിമം അംഗബലം വർദ്ധിപ്പിച്ച് നമ്മളെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാക്സിമം ഒഴിവ് വന്ന് നികത്തണം എന്നാണ് നമ്മളെ മെയിനായിട്ടുള്ള ആവശ്യം. പിന്നെ നമ്മൾ ഇതൊരു സമരമല്ല, പ്രതീക്ഷയല്ല. സർക്കാർ കണ്ണു തുറക്കണം, നമ്മളെ കാണണം. പ്രിലിംസും 2021 മെയിൻസും 2022 ഫിസിക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നിലവിൽ വന്നൊരു ലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും അവസ്ഥ ഏജ് ഓവറായി. ഇനി സിവിൽ പോലീസ് ഓഫീസർ പോലെ ഞങ്ങളുടെ ഒരു സ്വപ്ന ജോലിക്ക് ഇനി ഒരു കാരണവശാലും ഞങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോഴും ഞങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ ഈ ഒരു ഇതിൽ ഞങ്ങൾക്ക് നിയമനം നടത്തിയേ പറ്റൂ. കാര്യം ഞങ്ങളുടെ ജീവിതമാണ്. ഇനി ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ 5 വർഷമായി ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടണം. ഞങ്ങൾക്ക് ഇനിയും 2019 തൊട്ട് ഇതിനുവേണ്ടി പുറകെ നടന്ന് സർക്കാർ PSC തന്നെ ഒരു അബദ്ധം പറ്റിയ പോലെ ഒരു പ്രിലിമിനറി എക്സാം, അതായത് 2 ഘട്ട പരീക്ഷ നടന്ന് അതിലൂടെ ഫിസിക്കലും പാസ്സായി വന്ന ഞങ്ങൾക്ക് ഇപ്പം വലിയൊരു റാങ്ക് ലിസ്റ്റ്, ഒരു വർഷം ഒരു 70% പേര് എടുത്തുകൊണ്ടിരുന്ന റാങ്ക് ലിസ്റ്റ് 6 വർഷം കൂടി എന്ന റാങ്ക് ലിസ്റ്റിൽ ഇപ്പം വന്നിരിക്കുന്നത് 25% താഴെയാണ് എല്ലാ റാങ്ക് ലിസ്റ്റും വന്നേക്കുന്നത്. 2019-2023 വരെ 4 വർഷത്തോളം എന്താണ് വേക്കൻസി ഉണ്ട്, അത്യാവശ്യം വേക്കൻസി ഉണ്ട്. എന്നിട്ടും ഇത്രയും പേര് വലിയ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിനെയും 25% കുട്ടികളെ അല്ലെ വിദ്യാർത്ഥികളെ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനകത്ത്. എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഒരു പരിഗണന വേണം എന്നാണ് 24-ന് പറയാനുള്ളത്. ഇനി മറ്റൊരാവശ്യത്തിലേക്ക്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് വീണ്ടും പണിമുടക്കി. ഫിലിം തീർന്നതോടെ നിരവധി രോഗികൾ കഷ്ടത്തിലായി. റീഡർ തകരാറിലായതോടെ കഴിഞ്ഞ ദിവസം എക്സ്റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നില്ല. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ രോഗികൾ പ്രതിഷേധിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പണിമുടക്കുന്നത് ഇതാദ്യമല്ല. ഇതുമൂലം ദുരിതത്തിലാവുന്നത് ആശുപത്രിയിലെത്തുന്ന സാധാരണ പാവപ്പെട്ട ജനങ്ങളാണ്.
കഴിഞ്ഞ ദിവസം എക്സ്റേ യൂണിറ്റിലെ റീഡർ തകരാറിലായതറിഞ്ഞാണ് ഞങ്ങൾ ബീച്ച് ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത്. ഇതുപോലെ ക്യാമറ കണ്ണുകളിൽ കണ്ടതും കാണാത്തതുമായ എത്രയോ പച്ചയായ ജീവിതാവസ്ഥകൾ ഉണ്ടാകും. യാത്രാക്കൂലി മാത്രം കയ്യിൽ കരുതിയെത്തിയവർ എക്സ്റേ പുറത്തുനിന്നും എടുക്കണമെന്നറിഞ്ഞതോടെ തിരിച്ചുപോയി. എന്നാൽ ചിലർ രോഷാകുലരായി. അല്ലെങ്കിൽ ഒരു സാമാന്യ വിവരമുള്ളവരാണ് പറയുന്നത് നിങ്ങൾ പുറത്ത് പോയിരിക്കുക, അതുപോലും പറയാണ്ട് ഫിലിം തീർന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒച്ച ഉണ്ടാക്കുക. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ സൂപ്രണ്ടിനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓരോ അറിയാം ഞങ്ങൾ 15 ദിവസത്തെ ലീവിന് പോയിന്ന്. എന്തെത്താണിത്? ജനങ്ങളെ സംരക്ഷിക്കുന്ന നേരത്താണ് ഇവരെ 15 ദിവസത്തെ ലീവ്. ഇതൊക്കെ എക്സ്റേ ഫിലിം തീരുമെന്നറിഞ്ഞിട്ടും ഇവ മുൻകൂട്ടി എത്തിക്കാത്തതിലാണ് പ്രതിഷേധം. വിവരം കൃത്യമായി പറയാതെ ജീവനക്കാർ രോഗികളെ വലച്ചുവെന്നും ആരോപണമുണ്ട്. എന്നാൽ ഇന്നലെ ഫിലിം എത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത്. രോഗികളും യൂത്ത് കോൺഗ്രസും ആശുപത്രിക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ആശ്രയമാണ് ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികൾ. അധികൃതർ അറിഞ്ഞോ അറിയാതെ ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ തടയാൻ നമ്മളുടെ സംവിധാനങ്ങൾക്ക് കഴിയണം. സർക്കാർ ആശുപത്രിയിൽ നിന്നും സേവനമാണ്, അല്ലാതെ ദുരിതമല്ല ആളുകൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോടികൾ ചെലവിട്ട് ബീച്ച് ആശുപത്രി ഹൈടെക് ആക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് രോഗികൾ അത്യാവശ്യ പരിശോധനകൾക്ക് പോലും പുറത്തു പോകേണ്ടി വരുന്നത്. സാധാരണക്കാരുടെ പ്രധാന ആശ്രയമായ ബീച്ച് ആശുപത്രിയുടെ ദുരവസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത്. കേൾക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞങ്ങൾ ഇവിടെ കുട്ടീനെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടായ വന്ന് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എക്സ്റേ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. കുട്ടിൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്തതാണ്. ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിലിമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പുറത്ത് പോയി ഇവിടെ ആകെ ഒരു ഇതേ ഉള്ളൂ, അതിൽ ഫുള്ള് തിരക്കാണ്. ഇന്ന് മുഴുവൻ നിന്നാലും കിട്ടൂല. ഒരാഴ്ചയിനിടയ്ക്ക് അവിടെ ഹോസ്പിറ്റലിൽ ഇതുവരെ എക്സ്റേ ശരിയായില്ല. അതൊരു അനാസ്ഥ തന്നെയാണ്. എന്നുവെച്ചാൽ രോഗികൾ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് പൈസ ഉള്ളതല്ലല്ലോ ഇവിടെ വരുന്നത്. നമ്മൾ പാവപ്പെട്ട ഒരു പൈസ ഇല്ലാണ്ട് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ മരുന്നില്ല, മരുന്ന് കഴിക്കാറില്ല, പുറത്തുനിന്ന് എഴുത്തത് മരുന്ന് ഞങ്ങൾ കഴിക്കാറില്ല, പൈസ വേണ്ട വാങ്ങാൻ. ഈ തീരദേശ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട രോഗികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് ജില്ലാ ജനറൽ ആശുപത്രി. ഇവിടെ രോഗികൾ എത്തിയിട്ട് ഇവർ പുറത്തു പോയിട്ട് 400-500 രൂപക്കാണ് എക്സ്റേ എടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ സർക്കാർ ഇവിടെ ചോദിച്ചപ്പോൾ അസിസ്റ്റൻ്റ് ആർഒ പറയുന്നത് ഇവർ ഫിലിമിൻ്റെ സ്ഥലത്ത് സർക്കാർ ഫണ്ട് കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ ചെക്ക് കൊടുത്തു, ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇതുവരെ ആയിട്ടും എന്താവാത്തത്, ഇവിടെ ഫിലിം എത്താത്തത് എന്നാണ് പറയുന്നത്. ഹസ്ന നാസർ പറയുന്നു, ഈ ഫ്ലവേഴ്സ് ഒരു കൂടി അടുത്ത തിങ്കളാഴ്ച മുതൽ രാത്രി 9 മണിക്ക് സംപ്രേഷണം ചെയ്യുക ആണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അപ്പോൾ സ്റ്റാർ മാജിക്കിൻ്റെ ടൈം മാറ്റില്ല എന്നാണ് പറയുന്നത്. സ്റ്റാർ മാജിക്കിൻ്റെ ടൈം മാറില്ല, അത് 9:30 തന്നെ ആയിരിക്കും ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നവർ. എന്നാൽ അതിൻ്റെ ദിവസം ചിലപ്പോൾ മാറും. ശനിയും ഞായറും രാത്രി 9:30 തന്നെ ആയിരിക്കും അടുത്ത ആഴ്ച മുതൽ സ്റ്റാർ മാജിക് സംപ്രേഷണം ചെയ്യുക. ഇപ്പോൾ 9 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ആ പരമ്പരയിലെ സുഗമോ ദേവി, അതും അരമണിക്കൂർ പിന്നാലെയാക്കും. അതായത് രാത്രി 8:30 തിങ്കൾ മുതൽ വെള്ളി വരെ ഈ പരമ്പര സംപ്രേഷണം ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഒരു കൂടി രാത്രി 9 മണിക്ക് 10:30 കൂടത്തായി എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്താണ് ഫ്ലവേഴ്സിൽ തൽക്കാലമുള്ള ടൈമിംഗ്. നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന അല്ലെങ്കിൽ പ്രചോദനമാകുന്ന കുറേ അധികം വാർത്തകൾ വരുന്നുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബി പോസിറ്റീവ് ഓൾവൈസ്. കണ്ണൂരിൽ യാത്രാ സർവീസ് നടത്തുന്ന ബസ്സിൽ ഉടമ ഒരു പുതിയ പരീക്ഷണം നടത്തി. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ശീതീകരണ സംവിധാനമാണ് ബസ്സിൽ സ്ഥാപിച്ചത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ സോളാർ AC ബസ്. അതെ, ആദ്യത്തെ ഫസ്റ്റ് സോളാർ AC ബസ് റിപ്പോർട്ടിൽ കാണാൻ ഇപ്പോൾ. കണ്ണാടിപ്പറമ്പ് കണ്ണൂർ ടൗൺ റൂട്ടിൽ സർവീസ് നടത്തുന്ന സംഗീത് എന്ന ബസ്സാണിത്. ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ ബസ്സാണ്, എന്നാൽ കക്ഷി അത്ര ചില്ലറക്കാരനല്ല. ഈ ബസ്സിലെ AC പ്രവർത്തിക്കുന്നത് ബസ്സിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പാനലിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു സംരംഭമാണിത്.
നാട്ടിൻപുറത്ത് പ്രാദേശിക സർവീസ് നടത്തുന്ന ബസ്സുകൾ AC ആകുന്നത് പതിവുള്ളതല്ല. എന്നാൽ കണ്ണൂരിൽ ഇനി മുതൽ ഈ സൂപ്പർ കൂൾ ബസ് നിരത്തിൽ സജീവമായി ഉണ്ടാകും. കണ്ണാടിപ്പറമ്പ് സ്വദേശിയായ പ്രവാസി സതീഷ് 10 വർഷം മുൻപാണ് സംഗീത് ട്രാവൽസിന് തുടക്കമിട്ടത്. വെല്ലുവിളികൾക്കിടെയും വേറിട്ട പരീക്ഷണത്തിനുള്ള ആശയം മനസ്സിൽ കയറിയതോടെ രണ്ടും കൽപ്പിച്ചിറങ്ങി. ബസ്സിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 3 സോളാർ പാനലുകളിൽ നിന്നാണ് AC പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്. എഞ്ചിനുമായി ബന്ധിപ്പിക്കാതെ സോളാർ വൈദ്യുതി നേരിട്ട് AC കംപ്രസറിലേക്ക് എത്തും. ഇതിൻ്റെ മുതലാളി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ തുടങ്ങിയ ഒരാശയം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. വീടുകളിലും സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്പ്ലിറ്റ് AC കംപ്രസറാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഐഡിയ ആണ്. ഇത് വിജയിച്ചാൽ ഇനിയും ഇതേപോലത്തെ വരും. പിന്നെ യാത്രക്കാർക്ക് നല്ല അഭിപ്രായങ്ങളാണ്. ഈ ചൂടുകാലത്ത് പുറത്തുനിന്ന് കയറി വരുമ്പോൾ ആൾ കയറുമ്പോൾ ഒരു തണുപ്പടിക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാരും ഹാപ്പി. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ബസ് ഓടുന്നത്. അത് ജനങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഈ ചൂട് സമയത്ത് ജനങ്ങൾ ഒരുപാട് കൂടി പോകുമ്പോൾ അവർക്ക് വെച്ചാൽ ഒരു തണുപ്പ് കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. പരീക്ഷണ വഴിയിൽ മുൻപേ നടക്കുകയാണ് സംഗീത് ട്രാവൽസ്. ചെലവ് കുറഞ്ഞ പരിസ്ഥിതി സൗഹൃദ പദ്ധതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പുതുപരീക്ഷണം. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. എന്തായാലും നന്നായി. ജനങ്ങൾക്ക് ചൂടൊന്നും അടിക്കാതെ സുഖകരമായിട്ട് യാത്ര ചെയ്യാം. സോളാർ പാനലിൽ നിന്ന് വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്യും. നല്ല തീരുമാനമാണ്. വിജയൻ പറയുന്നു, ഒരു ദിവസം കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്കും വരുമോ SKN ഇതുപോലെ ജനങ്ങളെ കഴുതയാക്കാതിരിക്കാൻ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം ഒരു ദിവസം. എനിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ റിപ്പോർട്ടർ വരും. 24-ൻ്റെ ഏതെങ്കിലും പ്രതിനിധി തങ്ങളുടെ സ്ഥലത്തേക്ക് വരും. എനിക്കൊന്ന് നമ്മുടെ അരുൺ പാറയ്ക്കൽ കാസർഗോഡ് റിപ്പോർട്ടർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അരുൺ പാറയ്ക്കലല്ല, അരുൺ പൂപ്പറമ്പയാണ് കേട്ടോ, അവിടെ കാസർഗോഡ് റിപ്പോർട്ടർ. മകരവിളക്ക് മഹോത്സവം 15-ാം തീയതിയാണ്. 2 നാൾ മാത്രമാണുള്ളത് മകരവിളക്കിന്. സന്നിധാനത്ത് വൈകുന്നേരത്തോടെ വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. തീർത്ഥാടകർ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് പർണശാലകൾ കെട്ടി താമസിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ശ്രീകാന്ത് ശബരിമല സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു? നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള ഒട്ടുമിക്ക ഒരുക്കങ്ങളും സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പ സമയത്തിനകം അവിടെ പുഷ്പങ്ങൾ കെട്ടുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ പ്രവൃത്തി പൂർത്തിയാകും. അതിനുശേഷം പുഷ്പാലങ്കൃതമാകും ഈ സന്നിധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ഭംഗിയിൽ ഇവർ ഈ സന്നിധാനവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കും. അതാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മറ്റൊന്ന് ഭക്തജനങ്ങളുടെ തിരക്കിനെ കുറിച്ചാണ്. അതിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കൂടിയില്ല. കാരണം മകരവിളക്കിന്റെ തൊട്ടു മുൻപുള്ള 2 ദിവസങ്ങൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തവണ്ണം ഭക്തജനങ്ങളുടെ തിരക്ക് ഉണ്ടാകാറുണ്ട്. അതെല്ലാ കൊല്ലവും ഉണ്ടാകാറുണ്ട്. ഇക്കുറി പക്ഷേ ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി തിരക്ക് കൂടി വരുന്നുണ്ട്. കാരണം ഈ മല കയറി വന്ന ആളുകൾ തിരിച്ചിറങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാര്യം ഇവിടെ പർണശാലകൾ കെട്ടി പാണ്ടിത്താവളത്തൊക്കെ തന്നെ ഇതര സംസ്ഥാനത്തു നിന്നും വന്ന ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ താവളം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അവർ മലയിറങ്ങണമെങ്കിൽ ഈ മകരജ്യോതി കണ്ട് മകരവിളക്ക് കണ്ട് സായുജ്യമടഞ്ഞ് സർവാഭരണ വിഭൂഷിതനായ ശബരിമല ശാസ്താവിനെ കണ്ട് ആ ഒരു നിർവൃതി ആത്മനിർവൃതിയോടുകൂടി മാത്രമേ അവർ മലയിറങ്ങുകയുള്ളൂ. അതിനുവേണ്ടി അവർ ഇവിടെ കാത്തിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ നാളെയും മറ്റന്നാളുമായി ശബരിമല സന്നിധാനത്തേക്ക് കടന്നുവരും. അവരെല്ലാവരും തന്നെ സ്വാഭാവികമായും ഇവിടെ തങ്ങാൻ തന്നെയാണ് സാധ്യത. കാരണം മകരവിളക്ക് ദർശനം ഏറ്റവും സുഗമമായി കണ്ട് ഈ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പന്റെ ദീപാരാധന കാണുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന്. മകരസംക്രമ പൂജ മറ്റന്നാൾ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് തിരുവാഭരണവുമായി പന്തളത്ത് നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് അയിരൂരാണ് വിശ്രമിക്കുന്നത്. നാളെ വീണ്ടും
സന്നിധാനത്തേക്കുള്ള യാത്ര തുടരും. 15-ാം തീയതി വൈകുന്നേരത്തോടുകൂടി വലിയ നടപ്പന്തൽ കടന്ന് നേരെ സന്നിധാനത്തേക്ക് തിരുവാഭരണം എത്തിച്ചേരും. മേൽശാന്തിയുടെയും തന്ത്രിയുടെയും നേതൃത്വത്തിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ തിരുവാഭരണം സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഭഗവാൻ അയ്യപ്പന് ചാർത്തും. തുടർന്നായിരിക്കും ദീപാരാധനയും മകരസംക്രമ പൂജയും. ആ ഘട്ടത്തിൽ ഇവിടെ ഈ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കും. അത് കണ്ട് സായുജ്യമടഞ്ഞ് ഭക്തർ മലയിറങ്ങുകയും ചെയ്യും. ഒരു കാര്യമുണ്ട്, ഈ പന്തളം രാജകുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം അവിടെ നിന്നുള്ള പ്രതിനിധി ഇക്കുറിയില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് DGP അടക്കം സ്ഥലത്തെത്തി സുരക്ഷ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ശബരിമല സന്നിധാനത്ത് നിന്നാണ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേർന്നത്. ശബരിമലയിൽ ഇപ്പോൾ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് ശ്രീകാന്തിൻ്റെ റിപ്പോർട്ട്. മാത്രമല്ല, ദർശനം നടത്തിയ ഭക്തജനങ്ങളും മടങ്ങിപ്പോകുന്നില്ല എന്നതാണ് സന്നിധാനത്തെ ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ എല്ലാ മകരവിളക്ക് കാലത്തും ഇത് സംഭവിക്കാറുണ്ട്. കാര്യം മകരജ്യോതി ദർശിച്ചിട്ടേ ഭക്തജനങ്ങൾ അവിടം വിട്ട് പോകാറുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾ അവിടെ തന്നെ പർണശാലകൾ കെട്ടി ക്യാമ്പ് ചെയ്യുന്നത് പതിവാണ്. വിഷ്ണു മകേഷ് പറഞ്ഞു, സാധാരണക്കാരനോട് ചോദിക്കൂ, നവകേരള സദസ് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അല്ലാതെ AC റൂമിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ ബംഗാളിൻ്റെ അവസ്ഥയാകുമെന്നാണ് വിഷ്ണു മകേഷ് പറയുന്നത്. വിഷ്ണു, ഈ നവകേരള സദസ് വിജയമോ പരാജയമോ എന്ന് വിലയിരുത്തണമെങ്കിൽ അതിൽ ലഭിച്ചിട്ടുള്ള ഈ പരാതികളിൽ എത്രമാത്രം പരാതികൾക്ക് സർക്കാരിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ നേരത്തെ ഒരിക്കൽ മോർണിംഗ് ഷോയിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. NS മനീഷ് പറയുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമാണെങ്കിൽ അത് വിവേചനപരമായി ഉപയോഗിക്കണം, അല്ലാതെ എന്തെങ്കിലും വാർത്ത ചുമ്മാ ടക്ക എന്ന് അടിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾ പറയുന്ന പോലെ, ഈ മനീഷ് പറയുന്ന പോലെ അത് വിവേചനപരമായി ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. അപകടങ്ങൾക്ക് പിന്നിൽ കരാർ കമ്പനിയുടെ അനാസ്ഥയെന്നാണ് ജനകീയ സമിതിയുടെ പരാതി. പലയിടങ്ങളിലും പണി പൂർത്തിയാക്കാത്തതിനാൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നു. കരാർ കമ്പനിയുടെ തന്നെ വാഹനമിടിച്ച് 19-കാരന് ജീവൻ നഷ്ടമായതാണ് ഏറ്റവും ഒടുവിലത്തെ ദുരന്തം. വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെയുള്ള മേഖലകളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ എണ്ണിയാലൊടുങ്ങാത്തത്ര അപകടങ്ങളാണ് നടന്നത്. കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് ഈ തുടർക്കഥയാകുന്ന അപകടങ്ങൾക്ക് പിന്നിലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ ചുവട്ടുപാടത്ത് കരാർ കമ്പനിയുടെ ഓഫീസിന് സമീപം അവരുടെ തന്നെ ട്രെയിലർ ലോറി ബൈക്കിലിടിച്ച് ഒറ്റപ്പാലം ആറങ്ങോട്ടുകര സ്വദേശി അശ്വിൻ മരിച്ചത്. കരാർ കമ്പനിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനമായിരുന്നു ഇത്. ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലായിരുന്നു. മരിച്ച യുവാവിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കരാർ കമ്പനി ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ റോഡ് അശാസ്ത്രീയമായാണ് പണിതിട്ടുള്ളത്. താൽക്കാലിക കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് പഞ്ച് ലിസ്റ്റിലെ 52 ഐറ്റംസ് നിൽക്കുമ്പോഴാണ്. ഇത് KMCയുടെ വണ്ടിയാണ്. ഇതിന് പെർമിറ്റ് ഇല്ല, ഫിറ്റ്നസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. ഇങ്ങനെയുള്ള ജനദ്രോഹ നടപടികളുമായിട്ടാണ് ഈ KMC പോകുന്നത്. അവർക്ക് ടോൾ പിരിക്കുക മാത്രമേ ഒരു കാര്യമുള്ളൂ. മേഖലയിൽ തുടർക്കഥയാകുന്ന അപകടങ്ങൾക്ക് കാരണം കരാർ കമ്പനിയുടെ അനാസ്ഥയാണെന്നാണ് ജനകീയ സമിതി പറയുന്നത്. സർവീസ് റോഡിന്റെ പണി ഇനിയും പൂർത്തിയാക്കാത്തതും ഡ്രെയിനേജിന്റെ പണി പൂർത്തിയാക്കാത്തതും സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവവും ഒക്കെ പലപ്പോഴും യാത്രക്കാർക്ക് തിരിച്ചടിയാകാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് റോഡിന്റെ പൂർത്തീകരണം അതില്ലാത്തതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തേത്, വേണ്ടത്ര അനുബന്ധമായിട്ടുള്ള സിഗ്നൽ ലൈറ്റുകൾ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളുണ്ട്. ഈ ഡ്രെയിനേജ് നിർമ്മാണമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇത് പൂർത്തീകരിക്കാതെ ഈ ഹൈവേയിലെ അപകടം നിർത്താൻ സാധിക്കില്ല. ജനകീയ സമിതിയുടെ പ്രതിഷേധം നടക്കുമ്പോഴും ചുവട്ടുപാടത്ത് ഒരു വാഹനാപകടം നടന്നു. തുടർക്കഥയാകുന്ന അപകടങ്ങളിൽ KMC കമ്പനിക്കെതിരെ മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന് കേസെടുക്കണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കരാർ കമ്പനിക്കെതിരെ കൂടുതൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പണി പൂർത്തിയാകുന്നതിന് മുമ്പ് പണം പിരിക്കാനുള്ള വ്യഗ്രതയിൽ നിരവധി കുടുംബങ്ങളെയാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത അനാഥമാക്കിയിരിക്കുന്നത്. അപകടം പതിയിരിക്കുന്ന ദേശീയപാത സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾ ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ ക്യാമറ ചലിപ്പിക്കുന്നത്.
ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാർഗങ്ങളുമില്ല, സർവീസ് റോഡുകളില്ല, വഴിവിളക്കുകളില്ല, ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളില്ല. നിയമസംരക്ഷണം പോലും നിലവിൽ ഈ പറയുന്ന ഈ നാട്ടിലെ ജനങ്ങൾ കിട്ടുന്നില്ല. പന്നിയങ്കര ടോളിന്റെ അവിടെ തൊട്ട് പന്നിയങ്കര വരെ സർവീസ് റോഡിന്റെ സൈഡിൽ മൊത്തം വണ്ടികൾ ഒരു സൈഡിൽ ഒരു ലൈനിൽ മൊത്തം ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. വണ്ടികൾ നിരനിരക്കനായിട്ട് ഇട്ടിരിക്കുന്നത്. അത് വരുമ്പോൾ തന്നെ നമ്മൾ ബൈക്കിൽ വരുമ്പോൾ നമ്മൾക്ക് പേടിയാണ്. കാരണം ഏത് സമയത്ത് ആ വണ്ടി എടുത്തു പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ ഓരോ കാരണങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 320ഓളം ആളുകൾ ഈ റോഡിൽ, ഈ മണ്ണുത്തി വടക്കഞ്ചേരിയുടെ 25-26 കിലോമീറ്ററിനുള്ളിൽ പൊലിഞ്ഞു വീണു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദയനീയമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയം. ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നതാണ് എത്ര കുടുംബങ്ങളുടെ കണ്ണീരാണ് ഈ റോഡിൽ പൊലിഞ്ഞു വീണത്. ഈ പ്രദേശത്താണ് വെച്ച നിരന്തരം മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സംവിധാനം, ഒരു 6 വരി പാത എന്ന് പറയാൻ മാത്രമാണ് നമുക്ക് കൊള്ളുക. ഒരു 6 വരി പാതയുടെ ഒരു വികസന പ്രവർത്തനം എന്ന നിലയ്ക്ക് എല്ലാ ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് പോലും സ്ഥാപിക്കാതെയാണ് KMC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, വിവിധ ഭാഗങ്ങളിൽ കുഴി കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ചിപ്പ് ചെയ്തെടുത്തുകൊണ്ട് അവിടെ എല്ലാം കുഴിയാക്കി വെച്ചിരിക്കുകയാണ്. ബൈക്കുകാരും കാറുകാരും ഒരുപാട് ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 300-ലധികം ആളുകൾ ഇപ്പോൾ നിലവിലിവിടെ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അവസാനത്തെ ഒരു പയ്യൻ ഈ ഒരു പയ്യനാണ്. അപ്പോൾ കൃത്യമായി KMC അല്ലെങ്കിൽ ഈ കരാർ ഇതാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സഞ്ജു യോഗിക്കുന്ന SKN അതാത് ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകളെ പറ്റിയുള്ള എഡിറ്റോറിയൽ നിലപാടുകൾ അറിയാൻ ആഗ്രഹമുണ്ട്. അത്തരത്തിലൊരു പരിപാടി കൊണ്ടുവരാമോ? നമുക്ക് നോക്കാം സഞ്ജു, അത്തരം ഒരു പരിപാടിക്ക് സാധ്യതയുണ്ടോ? എഡിറ്റോറിയൽ നിലപാടുകൾ വ്യക്തമാക്കുന്ന പരിപാടി തുടങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിക്കാം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുന്നു. റഫീഖ് പറയുകയാണ്, SKN എന്തായാലും സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വിളിച്ചിരുന്നു, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ആഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച്. നിങ്ങളെല്ലാവരെയും എത്ര ആയിരം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവരെയെല്ലാം വിവിധ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്ത് അതിൽ ഓരോ ഗ്രൂപ്പിനും ഒരു ലീഡറോ ക്യാപ്റ്റനോ ഉണ്ടാകും. ആ ക്യാപ്റ്റനോ ലീഡറോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കും. അതുകൊണ്ട് പ്രേക്ഷകർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അടുത്ത 28-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്താനുള്ള തീരുമാനമെടുത്തുള്ളൂ. രജിസ്ട്രേഷൻ എപ്പോഴും തുടരുന്നുണ്ട്. രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറാണ് ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ എടുത്ത് വെച്ചോളൂ. 6235968630. ഈ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. വാട്സാപ്പ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് രജിസ്ട്രേഷനിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ ഒരു നമ്പർ കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരായി കഴിഞ്ഞു, കുറച്ച് ആൾക്കാർ കൂടി അവസരം കിട്ടും. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ഷെബീദ് റാവുത്തർ ടെലിഫോൺ ലൈനിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിനെ അവഗണിക്കാൻ CPM തീരുമാനിച്ചു. നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. നവകേരള സദസ്സ് മുന്നണി വിചാരിച്ചതിനേക്കാളും വലിയ വിജയമായെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. കേന്ദ്രത്തിനെതിരെ ഡൽഹി സമരവുമായി മുന്നോട്ടു പോകാനും CPMൻ്റെ തീരുമാനം. ഷെബീദ് റാവുത്തർ ടെലിഫോൺ ലൈനിൽ. ഷെബീദ്, പറയൂ. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ഈ എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണം, ആ നീക്കത്തെ അവഗണിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നീക്കം വ്യക്തിക്കെതിരെയല്ല, വിശാലമായ രാഷ്ട്രീയ നീക്കമാണെന്നും അതിനെ പ്രതിരോധിക്കണമെന്നും CPM വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെതിരടക്കം കുറ്റപ്പെടുത്തിയ നിലപാട് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള സംസ്ഥാനത്തിന്റെ ആക്ഷേപം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ദില്ലി സമരവുമായി മുന്നോട്ട് പോകാനും സംസ്ഥാന സമിതി തീരുമാനിച്ചു. CPIയോട് കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ തീയതി തീരുമാനിക്കും. അതേസമയം നവകേരള സദസ്സ് മുന്നണി വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമാണെന്നും CPM വിലയിരുത്തുന്നുണ്ട്. പരാതികളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നിർദ്ദേശം നൽകി. നവകേരള സദസ്സ് സമഗ്രമായി ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി അവലോകനം ചെയ്തിരുന്നു. ജില്ലകളിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ട് അടക്കം സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. SKN. ഓക്കെ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് ടെലിഫോൺ ലൈനിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് ചേർന്നത്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന വ്യാജ പ്രചാരണങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കുന്ന പരിപാടി വ്യാജൻ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഇതിലൊന്നാണ് നേപ്പാളിൽ നിന്ന് അയോധ്യയിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹം എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ. പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കുകയാണ്. സീതാദേവിയുടെ അമ്മയുടെ ഭവനത്തിൽ നിന്ന് സമ്മാന ഘോഷയാത്ര എന്ന അടിക്കുറിപ്പോടെയാണ് ഭക്തജനങ്ങളുടെ യാത്രാ വീഡിയോ പ്രചരിക്കുന്നത്. 24ന്റെ ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ ഇത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് കണ്ടെത്തി. ബാഗേശ്വർ ധാമിലെ പുരോഹിതൻ ധീരേന്ദ്ര ശാസ്ത്രിയുടെ ആഹ്വാനപ്രകാരമുള്ള ഭഗവത് കഥാ ശോഭയാത്രയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്.
വീഡിയോയിൽ ബാഗേശ്വർ ധാം ഹനുമാനെ കുറിച്ചുള്ള ഭജനകളും കേൾക്കാം. ഇക്കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഭക്തരുടെ യാത്ര. ഈ വീഡിയോയ്ക്ക് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധമില്ല. ഫാക്ട് ചെക്ക് ടീം 24. സജു ചോദിക്കുന്നു, ഈ പ്രവാസികൾക്ക് ഈ പരിപാടി കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായിട്ടും ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 മുതൽ ഈ പരിപാടി അവസാനിക്കുന്നത് വരെ നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം തത്സമയം 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇതോടെ ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. 24 5-ന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.